ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. ഏവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു 2 മാസത്തെ ഒരു അവധിക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ ആരംഭിക്കുന്നത്. 2 മാസത്തെ ഒരു ഗ്യാപ്പ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട അധ്യാപകൻ, ഗുരുനാഥൻ, പ്രിയപ്പെട്ട ഡോക്ടർ അയ്യർ സാറ് മുട്ടിന്റെ ഒരു ചെറിയൊരു സർജറിയുമായി ബന്ധപ്പെട്ട് വിശ്രമത്തിലൊക്കെ ആയിരുന്നു. സർജറിയൊക്കെ കഴിഞ്ഞ് വിശ്രമവും കഴിഞ്ഞ് അദ്ദേഹം ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പൊ 2 മാസത്തെ ഒരു വിശ്രമം കഴിഞ്ഞു. അതാണ് 2 മാസത്തെ ഒരു ഇടവേള നമുക്ക് നാരായണീയ പഠന ക്ലാസ്സിൽ ഉണ്ടായത്. അപ്പോൾ ഏറെ ബഹുമാനപ്പെട്ട അയ്യർ സാറിനെ നിങ്ങളുടെ ഏവരുടെ നാമത്തിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് 19ാം ദശകത്തിന്റെ തുടർച്ചയാണ്. 19ാം ദശകമായ പ്രചേതസ്സുകളുടെ കഥയാണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ബഹുമാനപ്പെട്ട അയ്യർ സാറ് അർത്ഥം അവതരിപ്പിക്കുന്നത്, പാരായണം ചെയ്യുന്നത്. ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ക്ലാസ് ആരംഭിക്കുന്നതിന് പ്രിയപ്പെട്ട ഡോക്ടർ എൻ എസ് അയ്യർ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുക. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരന്തി പാതാലയ വാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് ഈ കാൽമുട്ട് 2 മുട്ടിനും വല്ലാത്ത അസുഖം വന്നപ്പോഴാണ്, നടക്കാൻ പോലും വയ്യാതായപ്പോഴാണ് ഗുരുവായൂരപ്പനെ ആശ്രയിച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ എന്നെ രക്ഷിക്കണമേ, എൻ്റെ ഈ വാദത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു തരണമേ, ഈ വാദകോപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പറയും. ആ കാലത്ത് ഇങ്ങനെ നീ ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. ഞാനും ഇതുപോലെ കുറെ കാലമായിട്ട് ഈ മുട്ടുവേദനയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു നീ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനായിട്ട് ആലോചിച്ചു. പല പ്രാവശ്യം ആലോചിച്ചു വേണോ വേണ്ടയോ എന്ന്. പിന്നെ അവസാനം ചെയ്തേക്കാൻ തീരുമാനിച്ചു. ഏതായാലും ഭട്ടതിരിപ്പാണ്ട് അന്ന് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ 100 ദശകം ഭഗവാനെ വിളിച്ചിട്ട് അങ്ങയുടെ സൂക്കേട് മാറ്റിയെടുത്തു. ഞാൻ ഈ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ വേദന കുറച്ച് മാറ്റിയെടുത്തിരിക്കുകയാണ്. പക്ഷെ എന്നാലും ആ 100 ദശകവും കൂടെ വായിക്കുമ്പോഴേ എനിക്ക് പൂർണ്ണമായ ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. ഏതായാലും നമ്മളിപ്പോ പ്രചേതസ്സുകളുടെ കഥയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രചേതസ്സുകൾക്ക് വഴിയിൽ ശിവൻ ഉപദേശനാകുന്നു. അവർ വന്നിട്ട് ഭഗവാൻ സ്തുതിക്കുന്നു. ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ ഭാഗത്താക്കിയാണ് നമ്മൾ എത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് നമ്മൾ മറ്റേ 19ാമത്തെ ദശകത്തില് 6ാമത്തെ ശ്ലോകം തൊട്ട് 10ാമത്തെ ശ്ലോകം വരെ നമുക്കിന്ന് വായിക്കാം. ഭൂയഹത്താം നിജകുലമുഖ്യവത്സയുക്തൈഃ ദേവാദ്യൈഃ സമുചിത ചാരുഭാജനേഷു അന്നാദീനി അഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനും അതുദൂഹത്വം. ഭൂയഹത്താം നിജകുലമുഖ്യവത്സയുക്തൈഃ ദേവാദ്യൈഃ സമുചിത ചാരുഭാജനേഷു അന്നാദീനി അഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനും അതുദുഹത്വം. അതായത് പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ ഭഗവാൻ എന്താണ് പറയുന്നത്? പക്ഷീന്ദ്രവാഹനനായ നിന്തിരുവിടി. അതായത് നാരായണ ഭട്ടതിരിപ്പാട് കൃഷ്ണന്റെ മുമ്പിലാണ് പറയുന്നത്. കൃഷ്ണൻ വന്നിട്ട് നാരായണ ഭട്ടതിരിപ്പാടെ മുമ്പിൽ ഇരിക്കുകയാണ്. കൃഷ്ണ നീ ഇങ്ങനെ ചെയ്തില്ലേ, കൃഷ്ണ നീ അങ്ങനെ ചെയ്തില്ലേ, കൃഷ്ണന്റെ കഥയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നാരായണ ഭട്ടതിരിപ്പാട് കൃഷ്ണന്റെ അടുത്താണ്. കൃഷ്ണൻ അങ്ങനെ കൊച്ചുകുട്ടിയായിട്ട് മറ്റേ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ട് നാരായണ ഭട്ടതിരിപ്പാടിന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാരായണ ഭട്ടതിരിപ്പാട് പറയാണ്, കൃഷ്ണ നീ ഇങ്ങനെ ചെയ്തില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ, എന്നെ ഒന്ന് രക്ഷിച്ചൂടെ എന്ന് അവസാനം എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പൊ ആ നാരായണ ഭട്ടതിരിപ്പാട് ഈ പ്രചേതസ്സുകളുടെ കഥയാണ് പറയുന്നത്. അപ്പൊ നീ തന്നെയല്ലേ പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അതാണ് പറയുന്നത്. അതാണ് ഇങ്ങനെ ഈ ശ്ലോകത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഭൂയഹത്താം നിജകുലമുഖ്യവത്സയുക്തൈഃ ദേവാദീഃ സമുചിത ചാരുഭാജനേഷു അന്നാദീനി അഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരവിതനും അതുദുഹത്വം. ഭൂയഃ ത്വാം നിജകുല മുഖ്യവത്സയുക്തൈഃ ദേവാദീഃ സമുചിത ചാരുഭാജനേഷു അന്നാദീനി അഭിലഷിതാനി താനി താനി
സ്വച്ഛന്തം സുരവിതനും അതുദുഹത്വം. പക്ഷീന്ദ്രവാഹനനായ നിന്തിരുവടി ശോഭയോടുകൂടിയ ചക്രം മുതലായ ദിവ്യായുധങ്ങളാൽ പരിരസിക്കുന്ന 8 കൈകൾ കൊണ്ട് ഏറ്റവും പ്രകാശിപ്പിക്കുന്നവനായിട്ട് വർദ്ധിച്ച കാരുണ്യം കോരണ്ട് പ്രജേതസുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷനായി വിളനി. എന്തർത്ഥമുള്ള ശ്ലോകമാണ് നോക്കൂ. ഭൂയഹത്താം നിജകുലമുഖ്യവത്സയുക്തൈ ദേവാദേഹി സമുചിത ചാരുഭാജനേഷു അന്നാദീനി അഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരവിതനും അത് ദുഹത്വം. പക്ഷീന്ദ്രവാഹനായ നിന്തിരുവടി ശോഭയോടുകൂടിയ ചക്രം മുതലായ ദിവ്യാധനങ്ങളാൽ പരിരസിക്കുന്ന 8 കൈകൾ കൊണ്ട് ഏറ്റവും പ്രകാശിക്കുന്നവനായിട്ട് വർദ്ധിച്ച കാരുണ്യം കൊണ്ട് പ്രജേതസുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രജേതസാം താവദയാചതാമഭി ത്വമേവ കാരുണ്യഭരാധ്വരാനതാഃ. പ്രജേതസാം താവദയാചതാമഭി ത്വമേവ കാരുണ്യഭരാധ്വരാനതാഃ. ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വ സൗരുദ്രനുദിച്ഛകാമദാഃ. ആത്മാനം യജതി മകൈഃ പ്രജേതസാം താവദയാചതാമഭി. ചെറുതായിട്ട് തെറ്റിയതുപോലെ തോന്നുന്നുണ്ട്. ചെറുതായിട്ടൊരു തെറ്റിയതുപോലെ തോന്നുന്നുണ്ടല്ലോ. 19ാമത്തെ ദശകത്തിലാണ് നമ്മൾ പോയിരിക്കുന്നത്. പക്ഷീന്ദ്രവാഹനായ നിന്തിരുവടി ശോഭയോട് കൂടിയ ചക്രം മുതലായ ദിവ്യാതകളാൽ പരിലസിക്കുന്ന 8 കൈകൾ കൊണ്ട് ഏറ്റവും പ്രകാശിക്കുന്നവനായിട്ട് വർദ്ധിച്ച കാരുണ്യം കൊണ്ട് തന്നെ പ്രജാദശകൾക്ക് മുമ്പിൽ പ്രത്യക്ഷനായി വിളങ്ങി. പ്രജേതസാം താവത് അയാചതാമപി തമേവ കാരുണ്യ ഭരാദ്ഭരാൻ തദാഃ. ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗരുദ്രനുദിച്ഛകാമദാഃ. പ്രജേതസാം താവത് അയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്ഭരാനതാഃ. ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗരുദ്രനുദിച്ഛകാമദാഃ. പ്രജേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാധ്വരാനതാഃ. പ്രജേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാധ്വരാനതാഃ. ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗരുദ്രനുദിച്ഛകാമദാഃ. പ്രജേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാധ്വരാനതാഃ. ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗരുദ്രനുദിച്ഛകാമദാഃ. അപ്പോൾ യാചിക്കാതിരുന്നിട്ടുകൂടി പ്രജേതസുകൾക്ക് എന്ത് വേണം ചോദിച്ചപ്പോൾ അവരൊന്നും ആവശ്യപ്പെട്ടില്ല. അപ്പോൾ യാചിക്കാതിരുന്നിട്ട് കൂടി ആ പ്രജേതസുകൾക്ക് നിന്തിരുവടി തന്നെ വർദ്ധിച്ച കരുണയോട് കൂടിയ വരങ്ങൾ നൽകി. നിങ്ങളെ പറ്റിയുള്ള സ്മരണ തന്നെ ജനങ്ങൾക്ക് മംഗളമായി ഭവിക്കട്ടെ. ഈ രുദ്രഗീതം എന്ന സ്തോത്രവും സകല കാമങ്ങളെയും നൽകട്ടെ. അതായത് ശിവൻ പ്രജേതസുകൾക്ക് പറഞ്ഞു കൊടുത്ത ആ മന്ത്രത്തെയാണ് രുദ്രഗീതം എന്ന് പറയുന്നത്. അപ്പൊ ആ രുദ്രഗീതം ജനങ്ങൾക്ക് എപ്പോഴും കാമത്തെ നൽകട്ടെ, അവരാവശ്യപ്പെടുന്ന എല്ലാ കാമങ്ങളെയും നൽകട്ടെ. പിന്നെ പ്രജേതസുകൾ എന്ന് പറഞ്ഞ് സ്മരിക്കുമ്പോൾ തന്നെ, പ്രജേതസുകളെ പറ്റി ഓർമ്മിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള മംഗളവും ഭവിക്കട്ടെ എന്നാണ് ഭഗവാൻ പ്രജേതസുകൾക്ക് വരം നൽകിയത്. പ്രജേതസുകളോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന്. പ്രജേതസുകളൊന്നും ആവശ്യപ്പെട്ടില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും ഭവിക്കട്ടെ. നിങ്ങളിപ്പോ ജപിച്ച രുദ്രഗീതം എല്ലാ കാമങ്ങളെയും സാധിക്കുമാറാകട്ടെ എന്ന് നിന്തിരുവടി തന്നെയാണല്ലോ ആ പ്രജേതസുകൾക്ക് വരം നൽകിയത് എന്ന് നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുകയാണ്. അവാപ്യ കാന്താം
തനയാമഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം അവാപ്യ കാന്താം തനയാമഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുധാസ്വദക്ഷ നനുദക്ഷണത ക്ഷണാക്ഷമാം പ്രായസ്വതൈതി നിഗത മുദായേവ താന് പ്രായസ്വതേതി നിഗതോ മുദൈവ താന് അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുധാസ്തു ദക്ഷ നനുദക്ഷണ ച മാം പ്രായസ്യാദേതി നിർഗതോ മുദൈവ താൻ അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുധോസ്തു ദക്ഷോ നനുദക്ഷണ ച മാം പ്രായസ്വധേതി നഗതോ മുദൈവ താൻ അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതഃ അസ്തു ദക്ഷ നനുതത് ക്ഷണാക്ഷമാം പ്രായസ്വത ഇതി നിഗതഃ മുദ ഏവ താൻ. അതിന്റെ അർത്ഥം എന്താ? വൃഷകന്യകയെ പന്തിയായി ലഭിച്ചിട്ട് അവളോടൊന്നിച്ച് 10 ലക്ഷം സംവത്സരക്കാലം നിങ്ങൾ ലഭിച്ചു കൊള്ളുവിൻ. വൃക്ഷകന്യകയെ പത്നിയായി ലഭിച്ചിട്ട് അവളോടൊന്നിച്ച് 10 ലക്ഷം സംവത്സരക്കാലം നിങ്ങൾ രമിച്ചു കൊള്ളുവിൻ. ദക്ഷൻ എന്ന പുത്രനും ഉണ്ടാകട്ടെ. അതിൽ പിന്നെ താമസം കൂടാതെ എന്നെ പ്രാപിച്ചു കൊള്ളുവിൻ എന്നിങ്ങനെ സന്തോഷത്തോടു കൂടി നിൻ തിരുവടി പ്രജേതസ്സുകൾക്ക് അരുൾ ചെയ്തു. അതായത് ഗുരുവായൂരപ്പന്റെ അടുത്ത് നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ്, പ്രജേതസ്സുകൾ രുദ്രഗീതം പാടി ഇനി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവരൊന്നും ആവശ്യപ്പെട്ടില്ല. അവരെല്ലാം ഇനി പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് എല്ലാ നന്മയും ഉണ്ടാകട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞ രുദ്രഗീതം എല്ലാ കാമങ്ങളും ജനങ്ങൾക്ക് നൽകുമാറാകട്ടെ. അതിനുശേഷം പറഞ്ഞു, വൃക്ഷകന്യകയെ പത്നിയായി ലഭിച്ചിട്ട് അവളോടൊന്നിച്ച് 10 ലക്ഷം സംവത്സരക്കാലം നിങ്ങൾ രമിച്ചു കൊള്ളുവിൻ. ദക്ഷൻ എന്ന പുത്രനും നിങ്ങൾക്കുണ്ടാകും. അതിൽ പിന്നെ താമസം കൂടാതെ എന്നെ നിങ്ങൾ പ്രാപിച്ചു കൊള്ളുവിൻ എന്നിങ്ങനെ സന്തോഷത്തോടു കൂടി നിൻ തിരുവടി അവരോട് അരുൾ ചെയ്തു. 9ാമത്തെ ശ്ലോകം. തദുച്യത്തെ ഭൂതലരോദിനത്തരൂൻ കൃതാദഭന്തദ്രുഹിണേന വാരിതാഃ ധ്രുമൈ ച ദത്താം തനയാമവാപ്യതാം തുതുക്തകാലം സുഖിനാഭിരേമിരേ. തദുച്യത്തെ ഭൂതലരോദിനത്തരൂൻ കൃതാദഹന്ത ദ്രുഹിണേന വാരിതാഃ ധ്രുമൈ ച ദത്താം തനയാമവാപ്യതാം തത്തുക്തകാലം സുഖിന അഭിരേമിരേ. തദുച്യത്തെ ഭൂതലരോദിനസ്തരൂൻ കൃതാദഹന്തോ ദ്രുഹിണേന വാരിതാഃ ധ്രുമൈ ച ദത്താം തനയാമവാപ്യതാം തദുക്തകാലം സുഖിനോഭിരേമിരേ. തദുച്യത്തെ ഭൂതലരോദിനസ്തരൂൻ കൃതാദഹന്തോ ദ്രുഹിണേന വാരിതാഃ ധ്രുമൈ ച ദത്താം തനയാമവാപ്യതാം തദുക്തകാലം സുഖിനോഭിരേമിരേ. തദുച്യത്തെ ഭൂതലരോദിനസ്തരൂൻ കൃതോദഹന്തോ ദ്രുഹിണേന വാരിതാഃ ധ്രുമൈ ച ദത്താം തനയാമവാപ്യതാം തദുക്തകാലം സുഖിനോഭിരേമിരേ. അതിനുശേഷം അവ ഭൂമിയെ മറച്ചുകൊണ്ട് പടർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളെ ക്രോധം കൊണ്ട് ദഹിപ്പിക്കുന്നവരായി ബ്രഹ്മദേവനാൽ തടയപ്പെട്ടവരായിട്ട് വൃക്ഷങ്ങളാൽ നൽകപ്പെട്ട ആ കന്യകയെ പ്രാപിച്ച് നിൻ തിരുവടി അരുളി ചെയ്തിടത്തോളം കാലം സുഖത്തോടു കൂടിയവരായി രമിച്ചു. അതായത് ഭൂമി മുഴുവൻ വൃക്ഷങ്ങളായി പോയപ്പോൾ ആ ഭൂമിയെ മുഴുവൻ ആ മറച്ചുകൊണ്ട് പടർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളെ ക്രോധം കൊണ്ട് ദഹിപ്പിക്കാൻ പോയപ്പോഴത്തേക്കും ബ്രഹ്മദേവനാൽ തടയപ്പെട്ടു. എന്നിട്ട് ഈ വൃക്ഷങ്ങളെല്ലാം കൂടെ ചേർന്ന് നൽകിയ കന്യകയെ പ്രജേതസ്സുകൾക്ക് നൽകി. ആ കന്യകയുമായിട്ട് പ്രജേതസ്സുകൾ 10 ലക്ഷം വർഷം രമിച്ചു, സുഖത്തോടുകൂടി രമിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിനുശേഷം അവ ഭൂമിയെ മറച്ചുകൊണ്ട് പടർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളെ ക്രോധം കൊണ്ട് ദഹിപ്പിക്കുന്നവരായി പോയപ്പോൾ ബ്രഹ്മദേവനാൽ തടയപ്പെട്ടവരായിട്ട് വൃക്ഷങ്ങളാൽ നൽകപ്പെട്ട ആ കന്യകയെ പ്രാപിച്ച് നിൻ തിരുവടി അരുളി ചെയ്തെടുത്തോളം കാലം, അതായത് 10 ലക്ഷം വർഷത്തോളം കാലം സുഖത്തോടു കൂടി രമിച്ചു. 10ാമത്തെ ശ്ലോകം. അവാപ്യ ദക്ഷം ചസുതം കൃതാധ്വരാഃ പ്രചേതസ നാരദാ ലബ്ധയാ ദിയാ അവാപ്യ ദക്ഷ ചസുതം കൃതധ്വരാഃ
പ്രചേതസ നാരദ ലബ്ധയാദിയ അവാപു ആനന്ദപദം തദാവിദഃ ത്വമീശ പാതാലയനാഥ പാഹി മാം അവാപ്യ ദക്ഷ സുതംകൃതധ്വര പ്രചേതസ നാരദ ലബ്ധയാദിയ അവാപു ആനന്ദപദം തദാവിദഃ ത്വമീശ പാതാലയനാഥ പാഹി മാം അവാപ്യ ദക്ഷ സുതംകൃതധ്വര പ്രചേതസോ നാരദ ലബ്ധയാദിയ അവാപുരാനന്ദപദം തദാവിദ ത്വമീശ പാതാലയനാഥ പാഹി മാം അവാപ്യ ദക്ഷ സുതംകൃതധ്വരാഃ പ്രചേതസോ നാരദ ലബ്ധയാദിയ അവാപുരാനന്ദപദം തദാവിദ ത്വമീശ പാതാലയനാഥ പാഹി മാം. ആ പ്രചേതസ്സുകൾ ദക്ഷൻ എന്ന പുത്രന് ലഭിച്ചിട്ട് യാഗകർമ്മങ്ങൾ ചെയ്തവരായി നാരദ മഹർഷിയിൽ നിന്ന് ലഭിച്ച ആധ്യാത്മ ബുദ്ധി കൊണ്ട് പരമാനന്ദ പദത്തെ പ്രാപിച്ചു. അല്ലയോ ഗുരുവായൂർ ഉപദേശ, അപ്രകാരമുള്ള നിന്തിരുവടി എന്നെ കാത്തരുളേണമേ. ആ പ്രചേതസ്സുകൾ ദക്ഷൻ എന്ന പുത്രന് ലഭിച്ച് യാഗകർമ്മങ്ങൾ ചെയ്തവരായി നാരദ മഹർഷിയിൽ നിന്ന് ലഭിച്ച ആധ്യാത്മ ബുദ്ധി കൊണ്ട് പരമാനന്ദ പദത്തെ പ്രാപിച്ചു. അല്ലയോ ഗുരുവായൂർ ഉപദേശ, അപ്രകാരമുള്ള നിന്തിരുവടി എന്നെയും കൂടെ കാത്തരുളേണമേ എന്ന് നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നതോടുകൂടി നമ്മൾ ഈ പ്രചേതസ്സുകളുടെ കഥ അവസാനിപ്പിക്കാം. ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ആദ്യം 1-2 ചെറിയ തെറ്റുകൾ വന്നു പോയത് കൊണ്ട്. 6-ാമത്തെ ശ്ലോകം 19-ാമത്തെ അധ്യായത്തിൽ കൃപാബലേനേവ പുരാ പ്രചേതസാം പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജി ചക്രാദി വരായുധാംശുഭി ഭുജാഭി അഷ്ടാഭി ഉദിഞ്ചദ്വിതി. ഈ ശ്ലോകമാണ് വിട്ടുപോയത്. 6-ാമത്തെ ശ്ലോകം വിട്ടുപോയതാണ്. കൃപാബലേനേവ പുരപ്രചേതസാം. അർത്ഥം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. കൃപാബലേനേവ പുരാ പ്രചേതസാം പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജി ചക്രാദി വരായുധാംശുഭി ഭുജാദി അഷ്ടാഭി ഉദശ്ചിതദ്വിതി. പ്രചേതസാ താവതയശ്ചതാമപി തവേവ കാരുണ്യഭരാത്പരാനഭ ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവദ്വസോ രുദ്രനുദിച്ഛ കാമദാ അവാപ്യ ച കാന്താം തനയാം മഹീരുഹാം ഛയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു ദക്ഷണാ ച മാം പ്രയസ്തദേതി നിഗതോ മുദേവതാൻ തദുച്യത്തെ ഭൂതലരോദിനത്തരുൻ കൃതദഹന്ത ദ്രുഹിണേന വാരിതാഃ ദ്രുമൈ ച ദത്താം തനയാമവാപ്യതാം തദുക്തകാലം സുഖിനാഭിരേമിരേ അവാപ്യ ദക്ഷം ച സുതം കൃതധ്വര പ്രചേതസ നാരദ ലബ്ധയാദിയ അവാപു ആനന്ദപദം യഥാ തഥാവിതഃ ത്വമീശ പാതാലയനാഥ പാഹി മാം. ഇതിൽ നമ്മൾ ഇന്ന് 6-ാമത്തെ ശ്ലോകം 18-ാമത്തെ ദശകത്തിൽ നിന്നാണ് വായിച്ചത്. അത് തെറ്റിപ്പോയതാണ്. 6-ാമത്തെ ശ്ലോകം മാത്രമേ ഉള്ളൂ. വായിച്ചത് മാത്രമേ, ശ്ലോകം മാത്രമേ തെറ്റിയിട്ടുള്ളൂ. പക്ഷെ അർത്ഥം ശരിയായിരുന്നു. ഒന്നുകൂടി ആ ശ്ലോകം വേണമെങ്കിൽ വായിക്കാം. കൃപാബലേനേവ പുരപ്രചേതസാം പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജി ചക്രാദി വരായുധാംശുഭി ഭുജാഭി അഷ്ടാഭി ഉദാംശിതദ്യുതി. ഇതിന്റെ അർത്ഥം നമ്മൾ ആദ്യം വായിച്ചതുപോലെ തന്നെ പക്ഷീന്ദ്രവാഹനായ നിന്തിരുവടി ശോഭയോടുകൂടിയ ചക്രം മുതലായ ദിവ്യാതകളാൽ പരിണശിക്കുന്ന 8 കൈകൾ കൊണ്ട് ഏറ്റവും പ്രകാശിക്കുന്നതിനായിട്ട് വർദ്ധിച്ച കാരുണ്യം കൊണ്ട് തന്നെ പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷനായി വിളങ്ങി. ഇതാണ് അർത്ഥം. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ള ശ്ലോകങ്ങളുടെയും അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. ഈ 6-ാമത്തെ ശ്ലോകം മാത്രം ഈ കാറ്റത്ത് പേജ് മറഞ്ഞു പോയതുകൊണ്ട് തെറ്റിപ്പോയതാ. ഏതായാലും ഓർക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ഇതോടെ നമ്മള് 19-ാം ദശകം പ്രചേതസ്സുകളുടെ കഥ ഇവിടെ സമാപിക്കുകയാണ്. 6 തൊട്ട് 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത്, അർത്ഥം അവതരിപ്പിച്ചത്. 19-ാം ദശകം ഇതോടെ പൂർത്തിയാകുകയാണ്. ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി അർപ്പിക്കുന്നു. ക്ലാസ് നയിച്ച പ്രിയപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.